ശബരിമല ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ശബരിമലയിൽ പച്ചക്കൊടി വെച്ചതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച ഇപ്പോൾ ആവശ്യമായി വന്നിരിക്കുന്നു. ഇതാരാണ് ഈ പച്ചക്കൊടിയും ചന്ദ്രകലയും അവിടെ കൊണ്ടുവച്ചത്? എന്തായാലും ഈ പച്ചക്കൊടിയും ചന്ദ്രകലയുടെ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കാരണം അത് കണ്ടാലേ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അല്ലെങ്കിൽ പറയും നമ്മൾ വല്ല ഉണ്ടാക്കിയ വീഡിയോ ആണെന്ന്. എന്നാലും ആ വീഡിയോ കണ്ടു നോക്കട്ടെ. ഇപ്പൊ കണ്ടല്ലോ, വീഡിയോ ഉണ്ടല്ലോ. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ആർക്ക് വേണമെങ്കിലും വന്നു കയറാം. ഏത് തീവ്രവാദിക്ക് വരാം, ഏത് പാകിസ്ഥാനിക്ക് വരാം, ഏത് താലിബാന് വരാം, ആർക്ക് വേണമെങ്കിലും വരാം. കാരണം ഇപ്പൊ ആരും ചോദിക്കാനും പറയാനുമില്ല. ചോദിക്കാനും പറയാനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അയ്യപ്പനെ പോലും എടുത്തോണ്ട് പോയി വിദേശത്ത് കടത്തുവോ? അയ്യപ്പൻ ഇപ്പൊ എവിടെ? ഞാൻ ഇങ്ങനെ എന്നും ആലോചിക്കും, അയ്യപ്പൻ ഏത് രാജ്യത്താണോ എന്ത് ചെയ്യണായിരിക്കുമോ എന്നൊക്കെ. കാരണം നമ്മുടെ ഇവിടെ നമ്മുടെ ഒരു വിശ്വാസവും നമ്മുടെ ഒരു സാംസ്കാരിക പൈതൃകവും ഒക്കെ, നമുക്ക് അയ്യപ്പൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും എൻ്റെ അയ്യപ്പ സ്വാമി എന്ന് മനസ്സറിഞ്ഞാണ് വിളിക്കുന്നത് എല്ലാ ഭക്തരും. ആ അയ്യപ്പനെ വരെ വിൽക്കാനും കടത്താനും കോടതി ചോദിച്ചിട്ടുണ്ട്. ദൈവം എന്ന ഒരു പരിഗണന പോലും കൊടുത്തിട്ടില്ലേ എന്ന് സുപ്രീം കോടതിയെ കഴിഞ്ഞ ദിവസം ചോദിച്ചു. ദൈവത്തിനെ പോലും വെറുതെ വിട്ടില്ല. വളരെ രൂക്ഷ വിമർശനത്തോട്. കാരണം ഗതികേട് കൊണ്ട് സുപ്രീം കോടതി ചോദിക്കുന്നതാണ്, ആര് രക്ഷിക്കും ദൈവങ്ങളെ? നീയൊക്കെ മനുഷ്യന്റെ നെഞ്ചത്ത് ആറാടുന്നത് പോരെ, ഇനി ദൈവങ്ങളെയും വെറുതെ വിടില്ല. അതൊന്നും ആലോചിച്ച് നോക്ക്. തിരുവനന്തപുരത്ത് ഇത്രയും പണക്കാരനായിട്ടുള്ള ഒരു ദൈവം ഉള്ളത് ഈ കേരളത്തിൽ എനിക്ക് തോന്നുന്ന പത്മനാഭസ്വാമി ആയിരിക്കും. അങ്ങേരെയും കണ്ണുവെച്ചെന്ന് ശബരിമല അയ്യപ്പനെ പറഞ്ഞിട്ട് അങ്ങേരും കണ്ണുവെച്ചത്. അത് ഈ പത്മനാഭസ്വാമിയുടെ ഒരുപാട് സ്വർണം തട്ടിക്കൊണ്ടുപോയി ബന്ധപ്പെട്ട് ചർച്ചകൾ വരുന്നുണ്ട്. അത് ഈ ശബരിമല കത്തി നിൽക്കുന്നത് കൊണ്ട് അത് പൊങ്ങി വരാത്തതാണ്. അതും രാഷ്ട്രീയക്കാര് തന്നെയാണ് ഇടപെട്ടിട്ടുള്ളതെന്ന് അറിയുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് പത്മനാഭസ്വാമിയുടെ മുഴുവൻ ട്രസ്റ്റിന്റെ ചുമതലയും ഗവൺമെന്റിനെ ഏൽപ്പിക്കണമെന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ ക്ഷേത്രം മാത്രമേ കാണുകയുള്ളൂ. പപ്പരാമൻ എത്തേണ്ടടുത്ത് അങ്ങ് എത്തും. ഇറ്റലിയോ ഈജിപ്റ്റോ ഗ്രീസോ ഇങ്ങനെ കിടന്നായിട്ടാണല്ലോ പപ്പരാമൻ അനന്തപുരി കാക്കണേന്നാണ് ഞങ്ങളുടെ തലസ്ഥാനത്തുകാരുടെ ഒരു വിശ്വാസം. അല്ലെ, കേരളം മുഴുവൻ അങ്ങേര് കാക്കണത് ഇങ്ങനെ കിടന്നിട്ടാണ്, അല്ലെ ലോകം മുഴുവൻ ഇങ്ങനെ കിടക്കണം. അങ്ങനെ ഇനി വല്ല ഈജിപ്തിലെ ഇറ്റലിയിലെ വല്ല ഗണപതി പുരാവസ്തു കേന്ദ്രത്തിലെ പോയി ഇങ്ങനെ കിടക്കും. എന്റെ ജനങ്ങൾ മുഴുവൻ ഇന്ത്യയിൽ കിടക്കുന്നേ. ഈ സൈഡ് ചെരിഞ്ഞ് കിടക്കുന്ന പത്മനാഭസ്വാമി തലയിൽ വെച്ച് എന്റെ വളർച്ചവർ എന്നെയും കൊണ്ടുപോയാ പറഞ്ഞ്. ഇത് ഹിന്ദുക്കളെ ദൈവങ്ങളെന്ന് പറയുമ്പോ നമ്മൾ ഈ തമാശക്ക് പറയുന്നെങ്കിൽ ചോദിക്കാൻ പാടുണ്ടോ എന്ന് അറിയില്ലെങ്കിൽ ചോദിക്കുക, നിങ്ങൾ ഈ ഹിന്ദുക്കളെ പറ്റിക്കാൻ എളുപ്പമല്ലേ? എളുപ്പമാണ്. ഹിന്ദുമത വിശ്വാസികളെ പറ്റിക്കാൻ, അവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനൊക്കെ എളുപ്പമാണ്. തൊട്ട് നോക്കിയ കത്തിയനെ. തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ നിസ്സാര ഉദാഹരണം പറയട്ടെ. ഒരു കരോളിന് പോയപ്പോ സംഘപരിവാർ എന്ന് പറഞ്ഞുകൊണ്ട് ഏവന്മാരെ കുറച്ചൊരു അക്രമം കാണിച്ചു വന്നു. ഇവിടുത്തെ ചാനലും മാധ്യമങ്ങളും എല്ലാം അങ്ങ് ഭയങ്കരമായി ആഘോഷിച്ചു. സംഘപരിവാർ ക്രിസ്ത്യാനികളെ കൂടെ ചേർക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ എത്ര ഹിന്ദു അമ്പലങ്ങളിൽ CPM-കാരും മറ്റു പാർട്ടിക്കാരും ഒക്കെ ചേർന്ന് എന്തൊക്കെ പോക്കൃത്തരവും തെമ്മാടിത്തരവും കാണിക്കുന്നു. ഇവിടുത്തെ എത്ര മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്ത്. എന്തിനേറെ പറയുന്നു, ബംഗ്ലാദേശിൽ 101 വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങള് ഈ UNS സർക്കാർ വന്നതിന് ശേഷം തല്ലി തകർത്ത്. ഭദ്രകാളി ദേവി ക്ഷേത്രം പോലും 101 വർഷം പഴക്കമുള്ള. ഭദ്രകാളി ചോദിക്കട്ടെ. ഭദ്രകാളി ചോദിക്കണം, ഞാനിത് ആരോട് പറയാൻ? എന്നെ ആർക്കും വേണ്ട. അത്രയും തട്ടി തകർത്തിട്ട് ഇവിടെ എന്തിനും ദൈവങ്ങളെ അവരെങ്കിലും രക്ഷിച്ചോളും. മനുഷ്യരെ രക്ഷിക്കാൻ ഇവിടെ ആരാണുള്ളത്? ആ മനുഷ്യരവിടെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ടിട്ട് ചോദിക്കാൻ ഏതെങ്കിലും നായ്ക്കൾ ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ ഹിന്ദുവിനെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ 4 വോട്ട്, ഹിന്ദുവിന്റെ വോട്ട് ഇപ്പം UDF-ന് ഹിന്ദുവിന്റെ വോട്ട് വേണ്ട. മലയാറ്റൂര് പള്ളിയിലെ പൊൻകുരിശിന്റെ ചവിട്ടിന്ന് ഒരു തരി പൊന്നു പോയിരുന്നെങ്കിലേ കേരളം കത്തിയനെ. എല്ലാവരും കുരിശുമായിട്ട് തെരുവിലിറങ്ങി. മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾ കയറാൻ പാടില്ലാത്തത് സ്ത്രീകൾ കയറിയ ഈ മുല്ലാക്കന്മാരും ഉസ്താദുമാരും സമ്മതിക്കും. സ്ത്രീകൾക്ക് പ്രത്യേക നിസ്കാര സ്ഥലമുണ്ട്. ഇതുപോലെ അല്ല, എല്ലാ സ്ത്രീകളും നാളെ മുതൽ പള്ളിയിൽ കയറട്ടെ എന്ന് പറഞ്ഞാൽ ഈ മുല്ലാക്കന്മാരും ഉസ്താദുമാരും. ഇപ്പൊ തന്നെ ഒരു സമ്മാനം വാങ്ങിക്കാൻ ഒരു പെങ്കൊച്ച് പിന്നെ സ്റ്റേജിൽ കയറിയപ്പോ ഒരു മുല്ലാക്ക ചോദിച്ചതാണ്, നിന്നോട് ആര് പറഞ്ഞു സ്റ്റേജിൽ കയറാനായിട്ട്? നീ പോ, നിന്റെ അച്ഛനെ വിളി. അതാണ് ഇപ്പൊ ശിഖാപതി തങ്ങള് പിന്നെ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചാനലിനെടുത്ത ഇന്റർവ്യൂല് സ്ത്രീകളെ ഇലക്ഷൻ നിർത്തുവോ? അപ്പൊ അദ്ദേഹം 1 മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് പറയണം, മറ്റു പാർട്ടികൾ ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതായത് അതുകൊണ്ട് ചെയ്യുന്നത് നമ്മുടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തോടെ മുന്നോട്ട് വരണം എന്നല്ല പറയുന്നത്. ഏത് മതം ആയിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, ഏത് വിഭാഗം ആയിക്കോട്ടെ, പക്ഷെ ഇത് കേരളമാണ്. കേരളത്തിലേതായ ചില പ്രത്യേകതകളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്.
നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നവരല്ലേ. പണ്ട് നമ്മൾ വിചാരിക്കും വല്ല പോറ്റിമാരൊക്കെ അമ്പലത്തിൽ വല്ല ഇത് നടത്തുമ്പോൾ അവർക്ക് ഈ അർച്ചനയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ 10 രൂപ 20 രൂപയൊക്കെ തട്ടും, അത് അവരങ്ങ് എടുക്കും. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് അവർക്ക് കൊടുക്കുന്നതാ. ആ ഒരു കക്കല് കൂടി പോയ ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു 100 വരെ പോട്ടെ, ഒരു 1000 രൂപ. അത് ഭയങ്കര തെറ്റിദ്ധാരണയാണ്. ശബരിമലയിൽ ഒരു പോറ്റിയായിട്ടിരിക്കുന്ന ഒരാൾക്ക് എത്ര രൂപ ദക്ഷിണ കിട്ടും? ഒരു 5-6 ലക്ഷം 10 ലക്ഷം രൂപയെങ്കിലും ഒരു ദിവസം കിട്ടുമായിരിക്കും, കൂടുതൽ കിട്ടും. ഒരാള്, അതായത് ഒരു ദിവസം 1 ലക്ഷം പേര് വന്നതിരിക്കട്ടെ, ശബരിമല ഒരു സാധാരണ കണക്കാ പറയുന്നത്. ഒരു ദിവസം ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിന് വേണ്ടി 1 ലക്ഷം പേര് വന്നിരിക്കട്ടെ, 1 രൂപ വെച്ചിടുവോ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും? ഭിക്ഷക്കാർക്ക് പോലും 10 രൂപ കൊടുക്കണം. അങ്ങനെയെങ്കിൽ 100 രൂപ 500 രൂപ കുറെ ഇന്നത്തെ പുറത്ത്, പ്രത്യേകിച്ച് മലയാളികൾ എച്ചിത്തരം കാണിക്കും, നക്കിത്തരം കാണിക്കും. പക്ഷേ കന്നഡയിൽ നിന്ന് വരുന്ന ആളുകൾ, തെലുങ്കന്മാര്, ഈ പുറത്തുനിന്ന് വരുന്ന ആളുകൾ, വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾ കിഴി കെട്ടി ലക്ഷക്കണക്കിനാണ് കൊണ്ടുവരുന്നത്. കുറച്ച് ഭണ്ഡാരത്തിലിടും, ബാക്കി കൊണ്ടുവന്ന് ദൈവത്തിന്റെ മുന്നിൽ വെച്ചു കൊടുക്കുക. ഇത് പോറ്റിക്കുള്ളതാ. ഏറ്റവും കുറഞ്ഞത് ഒരു 10-75 ലക്ഷം രൂപ വെച്ചെങ്കിലും അടിച്ചു മാറ്റുമെന്നാണ് കേട്ടിട്ടുള്ളത്. ഇവർക്ക് കിട്ടുന്ന പണം തലച്ചുമടായിട്ട് താഴേക്ക് കൊണ്ടുവരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേക ആൾക്കാരുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി അതിന് കൊണ്ടുവന്നതായിരിക്കും. അവസാനം എടുത്തെടുത്ത് പോറ്റി പിന്നെ എടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്റെ അഭിപ്രായത്തിൽ അവിടെ ചുമടെടുക്കാനായിട്ട് കൊണ്ടുവന്നായിരിക്കും. പക്ഷെ ചുമന്നോണ്ട് പോയത് മൊത്തം സ്വർണ്ണപ്പാളികൾ, സ്വർണ്ണം കൊണ്ടുപോയി. അയാൾ ഒറ്റയ്ക്ക് അത് കൊണ്ടുപോകുമെന്ന് തോന്നുന്നുണ്ടോ? അയാൾ ഒറ്റയ്ക്ക് വിചാരിച്ച ശരിക്കും കള്ളന്മാർ ഇപ്പോഴും പുറത്താണെന്നാണ് പൊതുജനം ഇപ്പോഴും വിശ്വസിക്കുന്നത്. അയാളെ പുറത്തിറക്കാമെന്ന് ആരോ അയാൾക്ക് വാക്ക് കൊടുത്തു. പോറ്റി മെനഞ്ഞാന്ന് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ശരിക്കും ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളവരെയൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരും, ഭഗവാൻ കൊണ്ടുവരും എന്നാ പറഞ്ഞത്. അപ്പോ പോറ്റിയല്ല, ഇപ്പൊ അകത്തായവരും അല്ല, ഇതിലും വലിയ കള്ളന്മാർ. പോറ്റിയിലെ ഭഗവാൻ എന്ന് പറയുമ്പോ തന്ത്രി. അപ്പം ശരിക്കുള്ള കള്ളം തന്ത്രിയാണോ? ഭഗവാൻ കൊണ്ടുവരും എന്ന് പറയുമ്പോ അല്ല, എന്തുകൊണ്ടായിരിക്കും തന്ത്രിയെ ചോദ്യം ചെയ്യാത്ത? തന്ത്രിയെ ചോദ്യം ചെയ്ത പോറ്റിയെ പോലെയല്ല. പോറ്റി കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ചിലപ്പോൾ നിൽക്കും. കാരണം കള്ളം ചെയ്ത് അങ്ങ് ഇതായിട്ട് എക്സ്പീരിയൻസ് അങ്ങ് ഒരുപാട് അവൻ ഇതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ പോറ്റിയെ സംബന്ധിച്ച് ഈ നെയ്യ് ഒടിച്ചു കയറ്റി ഈ സാമ്പാറും അവിയലും ഒക്കെ കുഴച്ചു കൂട്ടി തിന്ന് ദേഹം അനങ്ങാതിരിക്കുകയല്ലേ. അല്ല, കഴിഞ്ഞ ദിവസം 16 ലക്ഷം രൂപയുടെ നെയ്യ് കണ്ടില്ല. അത് പോറ്റിയുടെ വീട്ടിൽ കാണും. അല്ല, അങ്ങേര് അതിന്റെ പേര് പോറ്റി വരരുത്. 16,000 ടിന്ന് നെയ്യ്. പോറ്റിയല്ല, തന്ത്രി. മേൽശാന്തിയൊക്കെ ഈ നറുക്കെടുപ്പിലൂടെ അങ്ങനെയല്ലേ. ഈ നെയ്യൊക്കെ എങ്ങനെ പോയി? 16,000 ടിന്ന് നെയ്യൊക്കെ എലി തിന്നു. ഞാനൊരു കാര്യം ചോദിച്ചേ, അയ്യപ്പനെ കൊണ്ടുപോയവർക്കാണോ 16,000 ടിന്ന് നെയ്യ് കൊണ്ടുപോവാൻ പാട്? അയ്യപ്പനെ ഇളക്കിയെടുത്ത് അവിടെ ഫോട്ടോ സ്റ്റേറ്റ് കോപ്പി കൊണ്ടുവച്ചിരിക്കുന്നെന്നാണ് ഭക്തരടക്കം പറയുന്നത്. അവർക്കാണോ ഈ 16,000 ടിന്ന് നെയ്യ്? അവിടെ അയ്യപ്പനില്ല ശബരിമലയിൽ. ഞാൻ ഈ ഭക്തരോട് ചോദിക്കട്ടെ, നിങ്ങൾ ആരെ കാണാനാണ് ശബരിമലയിലോട്ട് പോണത്? ഈ അയ്യപ്പന്റെ പ്രഭാവമണ്ഡലം ഓറ, നമ്മൾ ഈ നരേന്ദ്രമോദിക്കൊക്കെ ഭയങ്കര ഓറയുണ്ടെന്ന് പറയും. അത് ഒരു പരിധിവരെ സത്യമാണ്. കാരണം 2014 ശേഷം ഇന്ത്യയുടെ ഒരു വളർച്ചയൊക്കെ നോക്കി നമുക്ക് മനസ്സിലാവും. തള്ളല്ല. ഇപ്പൊ അദ്ദേഹത്തെ ശശി തരൂർ വരെ നരേന്ദ്രമോദിയെ ബഹുമാനിക്കുന്നത്, അഭിനന്ദിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു മാസമായിട്ടുള്ള നീക്കം കണ്ടിട്ടാണ്. അവരുടെ ഓരോ ദിവസമുള്ള യോഗ പ്രാക്ടീസ്, അവരുടെ എനർജി ലെവൽ പോസിറ്റീവ് അല്ലാതെ നമ്മൾ എപ്പോഴെങ്കിലും നരേന്ദ്രമോദി കണ്ടിട്ടുണ്ടോ? അതാണ് അദ്ദേഹത്തിന്റെ ഒരു പവർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു യോഗിയാണെന്ന്. ആ രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ ലോകത്ത് ശബരിമല അയ്യപ്പൻ ബ്രഹ്മചാരി അല്ലാതെ കണ്ടിട്ടുള്ള ഒരൊറ്റ ആളേ ഉള്ളൂ, എം സ്വരാജിന്റെ അടുത്ത് അയ്യപ്പൻ വന്ന് പറഞ്ഞു, ഞാൻ എന്താ പമ്പയിൽ വെള്ളം കയറി, മാളികപ്പുറത്ത് അമ്മ കുറെ നാളുകൊണ്ട് എന്നെ കാത്തിരിക്കുന്നുണ്ട്, ഇനിയും എനിക്ക് വേണം. അയ്യപ്പൻ അത്ര മുട്ടി നിൽക്കുകയാണ് അയ്യപ്പൻ, അതുകൊണ്ട് ഒന്ന് പോണം. അതുകൊണ്ട് അയ്യപ്പൻ അയ്യപ്പൻ മാളികപ്പുറത്ത് അമ്മയെ കണ്ട് ബ്രഹ്മചാര്യം കളഞ്ഞു. ഇത് വന്ന് അയ്യപ്പൻ പോണ വഴിക്ക് സ്വരാജ് അവിടെ നിൽക്കുകയായിരുന്നു. സ്വരാജിനെ വിളിച്ച് പറഞ്ഞിട്ട് പോയി, എടാ എന്റെ ബ്രഹ്മചര്യം പോയി, ഞാൻ ഇതാ പോവേണ്, ബ്രഹ്മചര്യമൊക്കെ അവിടെ കൊണ്ട് തീർത്തിട്ട് ഞാൻ ഇതാ പോവേണ്. സ്വരാജ് അത് കേട്ടിട്ട് തൊട്ടടുത്തൊരു പരിപാടി സംഘടിപ്പിച്ച് സ്വരാജ് അങ്ങ് വിളിച്ചു പറഞ്ഞു, ഇപ്പൊ കോടതി പണി കൊടുത്തിരിക്കുകയാണ്, അയ്യപ്പന്റെ ബ്രഹ്മചര്യം പോയത് നീ ഒളിച്ചിന്ന് കണ്ടാന്ന്. ഇനിയിപ്പോ വേണമെങ്കിൽ വീഡിയോ ഒക്കെ ഇറക്കി കൊണ്ടുവരും. അല്ല, ഇതിന്റെ ഭാഗമായിട്ടാണോ ഈ പച്ചക്കൊടി കൊണ്ട് അവിടെ വെച്ചത്? പറയാൻ പറ്റൂല എന്തുകൊണ്ടായിരിക്കും. അത് എന്തെങ്കിലും ഒരു തമ്മിലൊരു സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ലഹള ഉണ്ടാക്കാനുള്ള തീരുമാനമല്ലോ? അല്ല, ഞങ്ങൾക്ക് ഇവിടെ എന്തും ചെയ്യാൻ കഴിയുമെന്നൊരു വിഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഹിന്ദുവിന്റെ അമ്പലത്തിൽ തമ്മിലടിപ്പിക്കാനുള്ള ഒരു വിവാദം ഉണ്ടാക്കാൻ. ഇപ്പൊ ഈ ശബരിമല സ്വർണ്ണക്കുള്ള ഇത്രയും വിവാദം കത്തി നിൽക്കുമ്പോ അന്യമതസ്ഥരുടെ ഒരു ചിഹ്നം അല്ലെങ്കിൽ ഒരു നിറമുള്ള കൊടി കൊണ്ടുവച്ച് അവിടെ മറ്റൊരു വിഷയം മാറ്റാനുള്ള ഒരു ശ്രമം ഉണ്ടാവും. ഇനി കേരളത്തിലെ ജനങ്ങൾ സൂക്ഷിക്കണം. കാരണം ഈ ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാതിരിക്കാൻ ഇവിടുത്തെ സർക്കാർ വേണമെങ്കിൽ ഒരു പുതിയ അടിയന്തരാവസ്ഥ വരെ കേരളത്തിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഗുരു എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. ഈ ഗുരു സിനിമയിൽ കാണിക്കുന്നുണ്ട് സാമുദായിക സ്പർദ്ധ പ്രശ്നം. അതായത് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ തന്നെ മതസ്ഥാപനത്തിൽ കയറി വേഷം മാറി കയറി ആക്രമിച്ചു, അങ്ങനെ പരസ്പരം പോരടിപ്പിക്കുന്ന ഒരു ഇത് കാഴ്ച നമ്മൾ കണ്ടു, ഒരു സിനിമ നമ്മൾ കണ്ടു.
അതിപ്പോ നമുക്കിടയിലേക്ക് അങ്ങനെയാണ്. കാരണം ഈ കഴിഞ്ഞ തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന് പെണ്ണ് കേസും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ഇത് ഇനിയിപ്പോ ഈ പ്രാവശ്യം ആരെ കേസിൽ പിടിക്കും? അല്ല, പുതിയൊരു സരിതയോ പുതിയൊരു സ്വപ്നം പിടിക്കണ്ട. സ്വപ്നം ഇത്തരം വൃത്തികേടുകൾക്കൊന്നും വരില്ല. അവരറിയാവുന്നുള്ളവർക്ക് നന്നായിട്ട് അറിയാം. അവർ ഈ രാഷ്ട്രീയ സ്റ്റാൻഡ് സ്വർണം എന്ന് പറഞ്ഞു തുടങ്ങി നമ്മൾ കേട്ടു തുടങ്ങിയ സ്വപ്ന സുരേഷ് അവര് സത്യം വിളിച്ചു പറഞ്ഞു. മുഖ്യന്റെ വീട്ടിൽ ചെമ്പുപാളികൾ, ബിരിയാണി ചെമ്പ് പോയി, നയതന്ത്ര ബാഗേജ്, ഇതൊക്കെ അവർ കൃത്യമായി വിളിച്ചു പറഞ്ഞു. അപ്പോഴത്തേക്ക് മുഖ്യന്റെ വീട്ടിലെ CCTV ഒറ്റയടിക്ക് അടിച്ചുപോയി. സ്വപ്നം ചെയ്യുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ, ബിരിയാണി ചെമ്പ് പോയതിന്റെ CCTV ദൃശ്യങ്ങളൊന്നും. ഉമ്മൻചാണ്ടിയുടെ തോളയിൽ സരിത തൂങ്ങി നിൽക്കുന്ന ഒരു ചിത്രം വന്നിരുന്നു. അത് കൃത്രിമമാണെന്ന് തെളിയിക്കാൻ വർഷങ്ങളെടുത്തു. അതാ അതുകൊണ്ട് ഒന്നിയും കത്തും, വേണമെങ്കിൽ ക്ലിഫ് ഹൗസ് വരെ കത്തിക്കും. അതിനൊക്കെ ആളുണ്ട്. എന്തായാലും അയ്യപ്പനെ കാക്കാൻ അങ്ങേർക്ക് പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ശക്തി പോയിട്ടുണ്ടാകില്ലായിരിക്കും, ഇവിടെ ഉണ്ടാകും, ശബരിമലയിൽ ഉണ്ടാകും. പക്ഷെ അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹം ഒന്നുകൂടെ കടൽ കടത്തിയിട്ടുണ്ടാകാം, ആരും കണ്ടുപിടിക്കത്തില്ല. കോടതിയൊക്കെ എത്ര നാൾ ഇതിൽ പുറകെ ഉണ്ടാകും. കോടതിക്കും പരിമിതികളുണ്ട്. വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇനി ധാരാളം ഒരുപാട് കൊടികൾ ഉണ്ടാവും. വേണമെങ്കിൽ നാളെ RSS ശബരിമലയെ തകർക്കാൻ വരുന്നു എന്ന് RSSന്റെ കൊടി വെക്കാം. ഹിന്ദുക്കളെ വേണമെങ്കിൽ 5-6 പണ്ട് അജ്മൽ കസബ് മുംബൈ ആക്രമണത്തിന് വന്നപ്പോൾ കയ്യിൽ ചരട് RSSന്റെ ഹിന്ദുവിന്റെ ഒക്കെ ചരട് കെട്ടി ഇവിടെ കുറിയിട്ട് വന്ന അവനെ ജീവനോടെ പിടിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് അവൻ ഒരു മുസ്ലിം ആണെന്നും അവൻ വന്നത് എവിടെ നിന്നാണെന്നും അവൻ എന്ത് ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയിൽ എത്തിയതെന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. അവൻ മരിച്ചുപോയെങ്കിൽ പറഞ്ഞാൽ ഇവിടുത്തെ ഇന്ത്യ തകർക്കാൻ ഹിന്ദു തീവ്രവാദികൾ ഇറങ്ങി എന്ന് പറഞ്ഞൊരു നരേറ്റീവ് ഉണ്ടാക്കിയത്. അതിനെന്തായാലും ദൈവം അനുവദിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി എത്ര അജ്മൽ കസവുമാർ ശബരിമലയിൽ കയറി ഇറങ്ങുമെന്ന് കണ്ടു തന്നെ അറിയണം. ജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുക. അത്രേ ഉള്ളൂ.